വിവാദങ്ങൾക്കിടയിൽ സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ എമ്പുരാൻ ചിത്രത്തിലെ ഭാഗങ്ങൾ 3 മിനിറ്റ് വെട്ടിമാറ്റി ഉടൻ റീ എഡിറ്റ് ചെയ്യണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ചിത്രത്തിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത്. റീ എഡിറ്റ് ചെയ്ത ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്തിയേക്കും. വിവരങ്ങളുമായി അർച്ചന വിനോദ് കൂടി ചേരുന്നുണ്ട്. അർച്ചന, ഈ ഗുജറാത്ത് കലാപം ഉൾപ്പെടെ ഉള്ള 3 മിനിറ്റ് അതല്ലേ വെട്ടിമാറ്റിയിരിക്കുന്നത് ഇപ്പോൾ? മാത്രമല്ല നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. വർഷ തീർച്ചയായും, അതായത് ഏറ്റവും ഒടുവിൽ ഈ സിനിമ ഇത്തരത്തിൽ പൂർണ്ണമായും വെട്ടിമാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നായിരുന്നു നേരത്തെ നിർമ്മാതാക്കളും ഒപ്പം താരങ്ങളും പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 മിനിറ്റ് ചിത്രത്തിൽ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇതിൽ ആദ്യ ഭാഗങ്ങളിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇത് കൂടാതെ വില്ലന്റെ ബജ്ജുങ്കി എന്ന പേരും മാറ്റും. ഇതെല്ലാം തന്നെയാണ് BJP വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുകയും ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്ക് സിനിമ എത്തിച്ചതിനും കാരണം. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ, അതായത് എന്താണ് വിവാദങ്ങൾക്ക് കാരണമായത്, ആ ഭാഗങ്ങളാണ് പ്രധാനമായും ഈ എമ്പുരാൻ ചിത്രത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. 3 മിനിറ്റ് ആണ് ഇതിൽ നിന്നും വെട്ടിമാറ്റിയത്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രമാണ്. മാത്രമല്ല ഈ വില്ലന്റെ ബജ്ജുങ്കി എന്ന പേര് ഉൾപ്പെടെ ഈ സിനിമയിൽ ഉടനീളം പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേര് മാറ്റുമ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ ചിത്രത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഇന്ന് സെൻസർ ബോർഡ് ഉടനടി പരിഗണിക്കുകയായിരുന്നു. അതിൽ തന്നെ ഒരു അസാധാരണമായ നീക്കമെന്ന് പറയേണ്ടി വരും. കാരണം ഇന്നും ഇന്നലെയുമായി സെൻസർ ബോർഡ് അവധിയാണ്. ഈ അവധിയൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ഇന്ന് തന്നെ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഈ ഉടൻ റീ എഡിറ്റിന് നിർദ്ദേശം നൽകിയതും കേന്ദ്ര സെൻസർ ബോർഡാണെന്ന വ്യക്തമാവുകയും ചെയ്യുകയാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ ആകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. മാത്രമല്ല നിരവധിയായ പരാതികളും ഇത്തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ഇത്തരത്തിൽ ഉടനടി ഇങ്ങനെ സെൻസർ ബോർഡ് അനുമതി നൽകുകയും നാളെ തന്നെ ഇത്തരത്തിൽ തിയേറ്ററിലേക്ക് പുതിയ പതിപ്പ് എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നോ ചിത്രം എന്തായാലും പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ സംഘപരിവാർ വലിയ രീതിയിൽ ഉണ്ടാക്കിയ ഈ വിദ്വേഷ പ്രചരണവും വിവാദങ്ങൾ തന്നെയാണ്. സംഘപരിവാറിനെ ചൊടിപ്പിച്ചത് ഇത്തരത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നിരത്തി ഈ സംഘപരിവാറിന്റെ ഇടപെടലടക്കം ഇതിൽ എത്രത്തോളം ഉണ്ട് ഈ കലാപത്തിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ഈ സിനിമ രാഷ്ട്രീയം പറഞ്ഞത്. ഇതെല്ലാം തന്നെയാണ് സംഘപരിവാറിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അസ്വസ്ഥപ്പെടുത്തിയതും. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ സിനിമയിലടക്കം ഇത്തരത്തിൽ സംഘപരിവാറിനെ ചൊടിപ്പിച്ച ഈ ദൃശ്യം ഈ ചിത്രത്തിലെ കാര്യങ്ങളടക്കം മാറ്റേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നേരത്തെ തന്നെ മോഹൻലാലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനം അടക്കം നടത്തിയിരുന്നു. എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഈ ചിത്രം 3 മിനിറ്റ് വെട്ടിമാറ്റുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർച്ചന, ആദ്യം ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം ഈ 3 മിനിറ്റ് വെട്ടിമാറ്റി താൽക്കാലികമായിട്ടാണോ നാളെ ഒരു റിലീസ്, അതിനുശേഷം കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നുള്ള വിവരങ്ങളുണ്ടോ? ഈ 17 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ആ ഭാഗങ്ങളായിരിക്കും പ്രധാനമായും മാറ്റുക. മാത്രമല്ല ഈ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിലുണ്ട്. അതെല്ലാം തന്നെ ഒഴിവാക്കി കൊണ്ടായിരിക്കും പുതിയ പതിപ്പ് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 3 മിനിറ്റ് അത് പൂർണ്ണമായും ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പറയുന്ന രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രംഗങ്ങൾ പൂർണ്ണമായും മാറ്റാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. എന്തായാലും ഇത് സെൻസർ ബോർഡ് അനുമതി നൽകിയത് ഇന്നാണ് അനുമതി നൽകിയത്. ഇതിന്റെ റിപ്പോർട്ട് അടക്കം വരാനുണ്ട്. അതിനുശേഷമായിരിക്കും ചിത്രം എന്തായാലും തിയേറ്ററിലെത്തുക. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ആയിട്ടുണ്ടാകും. കാരണം വ്യാഴാഴ്ച എന്നായിരുന്നു നേരത്തെ ഇതിന്റെ അണിയറപ്പ്. എന്നാൽ ആ വ്യാഴാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ചിത്രം എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അത്രത്തോളം സമ്മർദ്ദത്തിൽ ഈ താരങ്ങളും അതുപോലെ ഈ നിർമ്മാതാക്കളും ഒപ്പം സെൻസർ ബോർഡ് എത്തിയെന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സെൻസർ ബോർഡിനെ പോലും ഇത് മുഷിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത്. കാരണം എങ്ങനെ ഇത്തരത്തിൽ സിനിമയ്ക്ക്, അതായത് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം ഈ സംഘപരിവാറിനെ വിമർശിക്കുന്ന ചിത്രത്തിന് എങ്ങനെ അനുമതി നൽകി എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അവരുടെ ചോദ്യം. ഇതിൽ BJP നേതാക്കൾ ആയിട്ട് ആരുമില്ല ഈ സെൻസർ ബോർഡിൽ നടക്കുമുള്ള കാര്യങ്ങൾ ഈ സംഘപരിവാർ ശക്തികൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉടനടി ഈ ചിത്രത്തിന് പുതിയ പതിപ്പിന് അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലും വിദ്വേഷ പ്രചരണങ്ങൾക്കൊടുവിലുമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അണിയറപ്രവർത്തകർ എത്തിയത്. മാത്രമല്ല ഇപ്പോഴും മോഹൻലാൽ അടക്കമുള്ള നടന്മാർ ഖേദം പ്രകടിപ്പിച്ചത് പോലും ഇപ്പോഴും ആ വിദ്വേഷ പ്രചരണം സോഷ്യൽ മീഡിയ അടക്കം തുടരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ സിനിമ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് തിരക്കുകയാണ്. കാരണം ഇന്നെല്ലാം തന്നെ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ആണ്. കാരണം ഈ ചിത്രത്തിലെ ഭാഗങ്ങൾ മാറ്റുന്നതിന് മുന്നേ സിനിമ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനത്തിരക്ക് തിയേറ്ററിൽ അടക്കം ഉണ്ടാകുന്നത്.
എന്തായാലും വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ 3 മിനിറ്റ് വെട്ടിമാറ്റി എന്താണ് ഏറ്റവും ഒടുവിൽ എമ്പുരാനും വിവാദങ്ങൾക്ക് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കാര്യങ്ങൾ. അർച്ചന, ഈ പ്രതിനായകന്റെ പേര് സഹിതം മ്യൂട്ട് ചെയ്ത് വെക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ അതെങ്ങനെയാണ്? തീർച്ചയായും പക്ഷേ ഈ വില്ലന്റെ ബജ്രംഗി എന്ന പേര് ഈ ചിത്രത്തിൽ ഉടൻ നീളം ഉള്ള ഒരു പേര് കൂടിയാണ്. അത്തരത്തിൽ ആ സാങ്കേതിക വശങ്ങളെല്ലാം പരിശോധിച്ചാകണം ഈ പേര് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഇവർ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പേരടക്കം BJP അസ്വസ്ഥപ്പെടുത്തിയത്. കാരണം ഈ പേര് പലരെയും സാമ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പലരെയും സാമ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പേരടക്കം വന്നത് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് പോലും ഇത്തരത്തിൽ വലിയ വിദ്വേഷ പ്രചരണമാക്കി മാറ്റുകയും അത്തരത്തിൽ ആ പേര് ഇത് മാറ്റണമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തത്. അത്തരത്തിൽ BJP എന്തൊക്കെയാണോ അസ്വസ്ഥപ്പെടുത്തിയത് ആ ഭാഗങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ നിന്നും മാറ്റാനുള്ള സമ്മർദ്ദത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഈ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച ശേഷം ആണ് ഈ ബില്ലിന്റെ ബജ്രംഗി എന്ന പേര് മാറ്റി മറ്റൊരു പേര് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൽരാജ് എന്നായിരിക്കും ഈ പേര് തിരുത്തിയേക്കാനുള്ള സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന്റെ പുതിയ പതിപ്പ് വന്നതിന് ശേഷമായിരിക്കും എന്തൊക്കെ തരത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുക. എന്തായാലും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് BJPയെ അസ്വസ്ഥപ്പെടുത്തിയ ഭാഗങ്ങൾ എന്തായാലും സിനിമയിൽ നിന്ന് നീക്കം ചെയ്താണ് പുതിയ പതിപ്പ് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തിയേറ്ററിലെത്തുക എന്നത് വ്യക്തമാണ്. പക്ഷ ശരി അർച്ചന, എമ്പുരാന്റെ 3 മിനിറ്റ് ഭാഗം വെട്ടിമാറ്റി ചിത്രം നാളെ റിലീസിനെത്തും. പ്രതിനായകന്റെ പേര് അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളടക്കം വെട്ടിമാറ്റിയിട്ടുള്ള പുതിയ പതിപ്പ് നാളെ റിലീസിനെത്തുമെന്നുള്ള വിവരങ്ങളുണ്ട്. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.